வாங்கோ சார், வாங்கோ. எங்க உட்காருங்கோ. பையன் உள்ள இருக்கு, நான் கூப்பிடுறேன். யாரோ வெளியூர்காருங்க ஷேவ் பண்றதுக்காக வந்திருக்கு. ஆமா, നീ നാളെ നാട്ടിൽ പോകുന്നു ആനന്ദം ചൊല്ലിയാച്ചേ, എന്ന വിഷയം? അത് ഞാൻ പിന്നെ പറയാം. പോയേസ്. ഉള്ള ബെഞ്ചിൽ അങ്ക ഉட்காരല. വേണ്ട, ഞങ്ങൾ ഇവിടെ നിന്നോളാം. അങ്ങേലി ഇങ്ങോട്ട് വരിക. പോങ്കോ. ഇവൻ എന്നുടെ മരുമകൻ, എൻ മകൾ ആനന്ദവല്ലിയെ കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷൻ. ഇതാ ഞാനിപ്പോ വരേ. മോനെ, നീ ഇവിടെ? പറഞ്ഞില്ലേ അയാളുടെ മകൾ ആനന്ദവല്ലിയെ കല്യാണം കഴിക്കാൻ പോകുന്നവനാണെന്ന്. ഇവനിവിടെ എന്താ പണിന്ന് നീ പറഞ്ഞത്? ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസർ അല്ലേ? നിന്റെ അഡ്രസ് അന്വേഷിച്ച് നടക്കുന്നതിനിടയില് ഒന്ന് ഷേവ് ചെയ്യാൻ തോന്നിയത് ഈശ്വരന്റെ കാരുണ്യം കൊണ്ടാ. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവൻ നിന്റെ അടുത്തേക്കാണ് കൂട്ടിക്കൊണ്ടുവരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ അത് ഇവളെ കാണിക്കാതിരിക്കാനെങ്കിലും ഞാനിവിടെ കയറാതിരുന്നാനെ. എന്റെ മോള് ഉത്തരത്തിൽ തൂങ്ങി മരിക്കാൻ പോയി. എന്തിനാണെന്നറിയാ? ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസർ കുട്ടിയേട്ടനെ അവൾക്ക് കല്യാണം നിശ്ചയിക്കാത്തതിന്. ഏതായാലും നീ അനുസരണയുള്ളവനാ. അന്ന് നിന്നോട് ഞാൻ ചെരക്കാൻ പറഞ്ഞു, നീ അത് തന്നെ ചെയ്തു. നിന്റെ മുന്നിൽ എന്നെ കൊണ്ടുവന്ന് ഇരുത്തിയതും നിന്റെ ഒരു യോഗാണെന്ന് കൂട്ടിയാ മതി. ജോലി തുടങ്ങും. തുടങ്ങടാ. കളരിക്കൽ ശങ്കരൻകുട്ടി മേനോന്റെ താടി പഠിക്കാൻ കിട്ടുന്നത് പോലും ഒരു സുഹൃത. ഇവിടെ ഇവിടെ മുഴുവനാക്കടാ. അമ്മിണി നിക്കടി. ഒന്നും കാണാതെ അച്ഛൻ വാശി പിടിക്കൂലെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? അവൻ നിന്നോട് പറഞ്ഞതും എഴുതിയതും എല്ലാം കള്ളമായിരുന്നു. ആടുകളെ പറ്റിച്ച് ഏതോ ഒരു തമിഴത്തി പെണ്ണിനെയും കെട്ടി ഇവിടെ കൂടാൻ പോന്ന എവന് വേണ്ടിയാണോ എന്റെ മോള് കരഞ്ഞതും കാല് പിടിച്ചതും ഒക്കെ? എത്രയാ? 1.5. കൈനീട്ടുവാ. ഇന്നത്തെ ദിവസം ഐശ്വര്യത്തോടാവട്ടെ. ആരോടും ഇതുവരെ തോറ്റിട്ടില്ല എന്ന് ശങ്കരൻകുട്ടി മേനോൻ എന്നും അഹങ്കരിക്കും. അപ്പോഴും ഒരിക്കലെങ്കിലും നിന്റെ മുന്നിൽ തോറ്റു കാണണമെന്ന് ഉള്ളാലെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. മറ്റാർക്കും വേണ്ടിയല്ല, എന്റെ മോൾക്ക് വേണ്ടിയാ. കാരണം എന്താണെന്നറിയോ? എന്റെ മോളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടാ. ഒന്ന് ഷേവ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ എന്നെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് തന്നോട് ഞാൻ എങ്ങനെയാ നന്ദി പറയണ്ടേ?
താനാണോ ഇവന് ഈ സൂത്രം പഠിപ്പിച്ചത്? താനും നന്നായി വരും. എന്നാച്ച് ചൊല്ല്, പറ മോനെ. ഒന്നുമില്ല. ആ പോയത് എൻ്റെ അമ്മാവനാ. ഞാൻ നിങ്ങളോട് ഒരുപാട് കളവ് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ജീവിക്കാൻ വേണ്ടിയായിരുന്നു. ഞാൻ സ്നേഹിച്ച പെണ്ണിന് വേണ്ടിയായിരുന്നു. ആ ബാഗ് അന്ന് തട്ടിപ്പറിച്ച് ഞാനാ. ഒരു ശിക്ഷയെ വേണ്ടു. ഈ കഴുത്തിൽ ഞരമ്പൊന്ന് വെട്ടിത്തന്നാ മതി. முருகன் வந்துட்டே சார். எழுந்துருங்க. ஐயோ, ஏன் சார் இப்படி கவலைப்படுறீங்க? முருகன் தனியா வரல, உங்க மனைவியோட வந்திருக்கிறேன். ஆமா, அவங்க உங்களுக்காக காத்துக்கிட்டு இருக்காங்க. போங்க சார். சொல்லிட்டேன். உங்களுக்காக அங்க எல்லாரும் காத்துட்டு இருக்காங்க. உட்காருங்க. வாங்க.